കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 103 സങ്കീർത്തനം 14-15 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ വെറും പൊടി മാത്രമാകുന്നുവെന്നും അവൻ്റെ ആയുസ് വയലിലെ പുല്ലുപോലെയും ആകുന്നുവെന്നും. പലപ്പോഴും നാം മറന്നുപോകുന്ന ഒന്നാണ്, നാം വെറും മണ്ണ് മാത്രമാണ് എന്നുള്ളത്. വലിയ നോമ്പിലെ വ്യാഴാഴ്ച പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നാം മണ്ണുകൊണ്ട് മനയപ്പെട്ടവരാണെന്നും അധികം നിഗളിക്കണ്ട എന്നും മണ്ണിൽ നാളെ ചേരുമെന്നും. വലിയവരായ മനുഷ്യർ ഖബറിനുള്ളിൽ എത്ര വൈരൂപ്യത്തോടെയാണ് കിടക്കുന്നതെന്ന് നീ കയറി കാണുക എന്നും ഓർമ്മിപ്പിക്കുകയാണ്. നാം മണ്ണാണ് എന്ന് തിരിച്ചറിയുന്നതാണ് നോമ്പിലെ ഓരോ യാത്രകളും അനുഭവവും. ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയായിത്തീരണം. നശ്വരമായ ഈ ശരീരത്തിനപ്പുറത്തേക്ക് അനശ്വരമായ ഒരു ശരീരത്തെ പ്രാപിക്കുവാൻ ക്രിസ്തു നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ നമ്മെ പഠിപ്പിച്ചത് നോമ്പോടുകൂടി ഈ ലോകത്തെയും അതിൻ്റെ മോഹങ്ങളെയും ജയിക്കുക എന്നുള്ളതാണ്. എല്ലാ അഹങ്കാരങ്ങളെയും, എല്ലാ ഗർവിനെയും, എല്ലാ അഹന്തയെയും നമുക്ക് ഇല്ലാതെയാക്കുവാൻ, വിനയപ്പെടുവാൻ, നമ്മുടെ പ്രകൃതി വെറും പൊടിയാണെന്ന് തിരിച്ചറിയുവാൻ ഈ നോമ്പ് ഒരു മുഖാന്തരമായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.